സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊരു ചിൽഡ്രൻസ് കളിക്കുന്ന ഗെയിമാണ്. കുഞ്ഞു പിള്ളേർ, അതായത് നമ്മളിപ്പോൾ കുഞ്ഞു പിള്ളേർ കളിക്കുന്നില്ല, അതാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേര് എക്സിറ്റ് ഓഫ് സാറുണ്ട് ആണ്. കളിച്ചു നോക്കാം. അയ്യോ, ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വീർക്കുന്നു. സോ ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ ഈ ചങ്ങായി വീർക്കുമ്പോൾ ഇത് പൊട്ടു കിട്ടോ. ഇത് കുഞ്ഞു പിള്ളേരെ കളിക്കുന്ന ഗെയിമാണ്. സോ ഇതൊരു എന്താ പറയുക, സൈക്കോപാത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇത് വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തത്. എനിക്കല്ലാണ്ട് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല. ഞാൻ അടിച്ചു നോക്കിയിരുന്നു ഗൈസ്. ഇപ്പോൾ ഇത് വീർത്തിട്ട് പൊട്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ക്ലൗൺ ചത്തോ കേട്ടോ. ചത്തില്ല. ഓ ദേ കിട്ടി. അടുത്തേൽ പോവാവോ? ഇതെന്താ ചെയ്യണ്ടേ? ഓ കഴിഞ്ഞ അയ്യ, ഇത്ര എളുപ്പമായിരുന്ന. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് നമ്മൾ അതോ ഫിംഗർ ബ്രേക്ക് ചെയ്യാണോ ചെയ്യുന്നത്? വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളെ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇതുവരെ. വെയിറ്റ് നേരത്തെ ഞാൻ എന്താണ് കണ്ടത്? റീവൈൻഡ് അടിച്ച് നോക്കിയാലോ? പോയിട്ട് തിരിച്ചു വരാം. പറ്റൂല അല്ലേ? ഞാൻ നോസി ഞെക്കിയ സമയത്ത് ഇത് പെട്ടെന്ന് എന്തൊക്കെയോ പോലെ ചിരിച്ചു കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണെന്നാണ് എൻ്റെ മനസ്സിലാണത്. കാരണം ഞാൻ നോ വേ. ഗേൾസ്, സത്യം പറഞ്ഞാൽ നല്ല ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ടു ഡാർക്ക് ടു ഗോ ഫോർവേഡ്, ഹെഡ് ടു ദ എക്സിറ്റ്. ആ ക്ലൗൺ സത്യം എന്നെ പേടിപ്പിച്ചു കേട്ടോ. നല്ല രീതിയിൽ പേടിപ്പിച്ചു കേട്ടോ. അതിങ്ങനെ അൺകൗണ്ട് ചെയ്യണേ. പുള്ളിക്കാരനെ അൺകൗണ്ട് ചെയ്യണേ. ഓക്കെ, ഫിംഗറിൽ പിടിച്ച് നിൽക്കാതെ കേട്ടോ. പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വന്ന സമയത്ത് ഞാൻ ഒന്ന് പേടിച്ചു പോയി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൂം ക്ലീനായി. ഓക്കെ, അതെന്താ സത്യം പേടിപ്പിക്കുന്നൊരു സംഭവമാണോ അതോ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോയല്ലോടെ പോവേ. അടുത്തേക്ക് പോവാം. അതേപോലെ തന്നെ വീർപ്പിച്ച് ബലൂൺ തരാത്ത എന്താ? എടീ, ഈ ബലൂൺ ഇത്ര ആവൂലല്ലോ. ഇപ്പം തരണ്ടേ അല്ലേ? അയ്യോ എടീ, ഇവൻ പൊട്ടു. എടേ, ഞാൻ വീർപ്പിക്കൂല, ഇത് പൊട്ടും. ആ സാധനത്തിന് നല്ല വേനെടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഇവനിപ്പോൾ പൊട്ടും. കുട്ടികളുടെ ഗെയിമാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ഗെയിമാണ്. ഇതെല്ലാം കൂടി താഴത്തേക്ക് വീണവൻ ചത്തുവോ? എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഡാർക്കാണ് കേട്ടല്ലോ ഗൈസ്. ഇത് ഉടനെ വരും. ഇത് എന്നാണുള്ളത് എനിക്കറിയാം. ഞാൻ ചേച്ചേ കഴിഞ്ഞേ എൻ്റെ കൈ ഒടിച്ച്
അവന് വേണ്ടിക്കണം ഗൈസ്. ഓ കയ്യൊടിച്ചു ഗൈസ് നമ്മൾ. ഓ എനിക്കെന്തോ പോലെ ഇതെളുപ്പം എനിക്ക് എന്തെങ്കിലും സ്ട്രെച്ച് അപ്പ്. ഓക്കെ താങ്ക്സ് താങ്കു. അയ്യോ അങ്ങറ്റം വരെ. ഓക്കെ കൈ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓ ഗൈസ് ഡാർക്കാണ് കേട്ടോ. ഇതെത്തുമ്പത്തേനും അത് പൊട്ടും ഗൈസ്. കൈ സ്ട്രെച്ച് ആവുന്നുണ്ട്, ഇത് നല്ലോണം സ്ട്രെച്ച് ആവുന്നുണ്ട്. ഇതവിടെ അതിപ്പോൾ പോട്ടോ ഗൈസ്. നമ്മൾക്ക് എത്തിച്ചേ പറ്റൂ. എന്തോ പോലെ ഗൈസ്. അവളുടെ കണ്ണോക്ക് അവൾ 2 പാർട്ടാവും തോന്നുന്നുണ്ട് എനിക്ക്. ഓ ചത്ത് ഗൈസ് അവളും. ഇപ്പം ജംസ്കെയർ ഉണ്ടാവും. ഇതെന്താ ആളെ പറ്റിക്കുന്ന ഗൈസ്. ഓ ഇപ്രാവശ്യം പോയി. ഇതെന്താ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഇത് കിട്ടല്, അല്ലാണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കൂടെ കിട്ടൂല. ഞാനും വിചാരിച്ച് കിട്ടുമെന്ന്, പക്ഷെ കിട്ടിയില്ലായിരുന്നു എനിക്ക്. ഞാൻ പ്ലേ സ്റ്റോറിൽ കുറേ നേരം അടിച്ചു നോക്കി, കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. ഗൂഗിളിൽ നിന്ന് അല്ലാണ്ട് കിട്ടൂല കേട്ടോ. ഓ കൈ കൊടുക്കുക നിൻ്റെ വായ. പോട്ടോ അടുത്തേക്ക്. ഐ തിങ്ക് ഇറ്റ് ഈസ് ലൈക്ക് എ ലൂപ്പ്. ആദ്യം നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ വലുതായിട്ട് നല്ലോണം സ്ട്രെച്ച് ചെയ്ത് കൊല്ലാണ്ട് അത്യാവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം വന്ന സമയത്ത് എല്ലാവർക്കും നല്ല രീതിക്ക് വേദനിച്ചു കേട്ടോ. എൻ്റെ ഉള്ളിലേക്ക് പോകാനായിരിക്കും. ദി എൻഡ് കഴിഞ്ഞു. ഇത് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇത് ലൈക്ക് നമ്മളുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അടിപൊളി ഗെയിമാണ്. ബട്ട് ഇത് കൊച്ചു കുട്ടികൾ കളിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടോ. ഇതിനെ ആദ്യം കണ്ടില്ലായിരുന്നോ, വെറുതെ കൗണ്ടിങ് അങ്ങനത്തെ സംഭവങ്ങൾ. സത്യം പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പം അതിവർ ഇതേപോലെ ചെയ്യുമ്പോൾ കൊച്ചു കുട്ടികളുടെ പേടി നിറയും, പിന്നെ കയ്യൊക്കെ ഓടിക്കുന്നത്. സൈക്കോപാത്ത് പോലത്തെ ഒരു ഗെയിമാണെന്നാണ് തോന്നുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് കളിക്കണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇതിനകത്ത് തന്നെ കുറേ സംസ്കാരം വരുന്നുണ്ട്, പിന്നെ നൈറ്റ് മെയർസ് ഉണ്ടാവും അവർ പ്രത്യേകിച്ച് രാത്രി കളിക്കുമ്പോൾ. ഇപ്പം നിങ്ങൾ വലിയ വലിയ കുട്ടികളാണ്, ലൈക്ക് എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ട് അല്ലേ? എനിക്കിപ്പോൾ നല്ല വയസ്സുണ്ട്. 10ൻ്റെ മേളിലൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വയസ്സ്. 11ൻ്റെ ഒക്കെ മേളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കളിച്ചു നോക്കിയത്. കുറേ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ ഒന്ന് കളിച്ചു നോക്കിയത്. അപ്പോൾ ഇന്ന് കളിച്ചു നോക്കിയ സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല, സാധാ ഒരു നോർമൽ ഗെയിം. ബട്ട് ദെൻ ഇറ്റ് ഫീൽ ഡിഫറെൻറ്റ്. വേറൊരു ലോകമായിപ്പോവും, നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതാണ് ഈ ഗെയിം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എക്സിബിറ്റ് ഓഫ് ഹൊറർ എന്ന് കൊടുത്താൽ മതി. ഞാനിവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഗെയിം വരും. പോപ്പോ അത് ഞെക്കുക, പിന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ കളിച്ചാൽ മതി. ഇതാണ് ഈ ഒരു ഗെയിം. മൊബൈല് ലാപ്ടോപ്പ് CPU PC ഏതിലാണ് CPU എന്നൊക്കെ ഗൈസ്. ലാപ്ടോപ്പിൽ എല്ലാ ഡിവൈസസിലും അവൈലബിൾ ആണ്. ഈവൻ ടാബ്, മൊബൈൽ, PC, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, എവറിത്തിങ് ഇറ്റ്സ് ഫ്രീ. ആൻഡ് ഓണസ്റ്റ്ലി ഐ വിൽ സേ ഇറ്റ്സ് നോട്ട് good for kids, like they'll have nightmares and stuff. So like it is like a psychopath game. എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.